അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര റൂമും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ഏരിയ, ഡൈനിങ് ഹാളെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുത്തതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊട്ടേഷൻ കൊടുക്കേണ്ടത് ജനറേറ്റ് എന്നുള്ളതിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിൽ അടിച്ചിട്ടുള്ള ഡോറുകൾക്കൊക്കെ ഉള്ള ഒരു എമൗണ്ട് ഇതിൽ ഓൾറെഡി ഫ്ലെക്സി ഫോൾഡിൻ്റെ കമ്പനിക്ക് കൊടുക്കേണ്ട ആ എമൗണ്ട് ഇതിൽ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ നോക്കും. കാരണം നമുക്കറിയാം ഇത് മാത്രമല്ലല്ലോ നമുക്ക് കൊട്ടേഷൻ ഉണ്ടാവുക. അതിൽ ഫ്രെയിം ആഡ് ചെയ്യേണ്ടി വരും, നമുക്ക് ഡ്രോവർ ആഡ് ചെയ്യേണ്ടി വരും, സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലുള്ള പല കാര്യങ്ങളും നമ്മളിത് ആഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കസ്റ്റമർ കൊട്ടേഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ കമ്പനിയിലേക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ടാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ടോട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ എമൗണ്ടിനോട് ഇപ്പോൾ ഇതിൽ നമ്മളൊരു പ്രോഫിറ്റ് ആദ്യം നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ മുകളിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് കാണിക്കുന്ന സ്ഥലത്ത് ഈ ഒരു എമൗണ്ടിൽ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 20% പ്രോഫിറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എമൗണ്ടാണ് ഇതിൽ കാണിക്കുക. അത് മാത്രം പോരാ, നമുക്ക് അതിലേക്ക് ഫ്രെയിം വേണ്ടി വരും. അപ്പോൾ ഈ ഫ്രെയിം എന്നുള്ളൊരു ഭാഗത്തിന് എത്ര എക്സ്ട്രാ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ നമുക്ക് ഡ്രോവേഴ്സ് ഇതിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഡ്രോവർ എന്നുള്ളത് ആഡ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 1500 നമ്മളൊരു ഡ്രോവറിന് ആഡ് ചെയ്തിട്ട് ഒരു 5 ഡ്രോവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിതിൽ ആഡ് ചെയ്തു. നമുക്ക് സ്റ്റെപ്പ് അടിക്കാനുണ്ടാവും. അപ്പോൾ സ്റ്റെപ്പ് എന്താണോ അതിനുള്ളത് ആ ഒരു എമൗണ്ട് ടോട്ടലായിട്ട് വരുന്ന എത്ര വെച്ചെന്നുള്ളത് അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ലേബറോ കാര്യങ്ങളോ എക്സ്ട്രാ ഉള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ജനറേറ്റ് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കൊട്ടേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മളെ ഷോപ്പിൻ്റെ ലോഗോ കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടേഷനാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വിത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ അടക്കിയിട്ടുള്ളൊരു കൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്ലെക്സി ഫോൾഡിൻ്റെ ഡോറിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഈ കൊട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ നോർമലായിട്ട് അളവെടുത്തിട്ട് വന്ന് ഷോപ്പിൽ വന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു കൊട്ടേഷൻ റെഡിയാക്കാൻ പറ്റും.